നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. നമുക്ക് വേദനകൾ തരില്ല എന്നല്ല ഈ പറയുന്നത്. നമുക്ക് സഹനങ്ങളോ സങ്കടങ്ങളോ ഒന്നും തരില്ല എന്നല്ലേ പറയുന്നത്. പ്രലോഭനങ്ങൾ അനുവദിക്കുന്നില്ല എന്നല്ല പറയുന്നത്. നമുക്ക് ദുഃഖങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊന്നും തരില്ല എന്നല്ല പറഞ്ഞത്. യെശയ്യാ പ്രവാചകനോട് പറഞ്ഞില്ലേ, നിനക്കവൻ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല, അവൻ്റെ ദയനങ്ങൾ നീ കാണുന്നാ പറഞ്ഞേ. അങ്ങനെ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഉണ്ട്. ഇന്നലകളിൽ പ്രവർത്തിച്ച് അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഏത് വിഷയത്തിലാണോ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ജെറുസലേം വീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവൻ തൊട്ടവരും അവനെ തൊട്ടവരൊക്കെ അത്ഭുതങ്ങൾ കണ്ടെങ്കിൽ, കർത്താവേ നിന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ, നിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചവരാണ് ഞങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ആത്മാവിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സാധ്യതകളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.